നമസ്കാരം, ഞാൻ മറിയ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. പ്രതിഷേധവും പ്രതികരണവും. പാകിസ്ഥാന് F-16 യുദ്ധവിമാനങ്ങൾ നൽകാനുള്ള അമേരിക്കൻ തീരുമാനത്തിനെതിരായ ഇന്ത്യയുടെ പ്രതിഷേധത്തിന് പാകിസ്ഥാന്റെ മറുപടി. അമേരിക്കൻ അംബാസഡറെ വിളിച്ചു വരുത്തിയുള്ള പ്രതിഷേധം അത്ഭുതപ്പെടുത്തിയെന്ന് പാകിസ്ഥാൻ. വിവാദത്തിൽ പാക് പ്രതികരണം ഇതാദ്യം. പാകിസ്ഥാന് ആയുധങ്ങൾ വിൽക്കാനുള്ള അമേരിക്കയുടെ തീരുമാനങ്ങളിൽ ഇന്ത്യ നേരത്തെയും എതിർപ്പ് അറിയിച്ചിരുന്നു. വിഷയത്തിൽ നിലനിൽക്കുന്നത് ഇത്തരം ആയുധങ്ങൾ രാജ്യത്തിനെതിരെ ഉപയോഗപ്പെടുത്തുമെന്ന ആശങ്ക. ആയുധ ഇടപാടിനായി ഒബാമ ഭരണകൂടം പ്രാഥമിക വിജ്ഞാപനം ഇറക്കിയത് കഴിഞ്ഞ ഡിസംബറിൽ. തീരുമാനത്തിനെതിരെ അമേരിക്കൻ കോൺഗ്രസിലും എതിർപ്പ്. ഇന്ത്യയുടെ പ്രതിഷേധം അവഗണിച്ച് അമേരിക്ക വിൽക്കുന്നത് 5000 കോടിയോളം മൂല്യമുള്ള 8 F-16 ഫൈറ്റർ ജെറ്റുകൾ. ജയരാജന് രക്ഷയില്ല. കതിരൂർ കേസിൽ റിമാൻഡിൽ കഴിയുന്ന P. ജയരാജനെ പരിയാരത്ത് നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. നടപടി വധക്കേസ് പ്രതിക്ക് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നൽകുന്നതിനുള്ള നിയമതടസ്സം പരിഗണിച്ച്. പ്രതിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ജയിൽ സൂപ്രണ്ടിന് ആശുപത്രി അധികൃതരുടെ റിപ്പോർട്ട്. റിമാൻഡ് ചെയ്ത് കണ്ണൂർ ജയിലിലെത്തിയ ജയരാജന് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ജയിലിലെ ഡോക്ടർ റിപ്പോർട്ട് നൽകിയിരുന്നു. അതേസമയം പരിയാരം മെഡിക്കൽ കോളേജിൽ കഴിയുന്ന പ്രതിക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്ന് CBI. അന്വേഷണ സംഘത്തിന്റെ വാദം ജയരാജനെ ചികിത്സിച്ച ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ അഷ്റഫിന്റെ കുറിപ്പ് അടിസ്ഥാനമാക്കി. പരിയാരം മെഡിക്കൽ കോളേജിലെത്തിയ CBI സംഘത്തോട് അഷ്റഫ് നൽകിയത് പ്രതിക്ക് നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്ന വിവരം. ഡോക്ടറെ നാളെ CBI ചോദ്യം ചെയ്യും. ദുരൂഹതയുടെ നിഴൽപ്പാടിൽ. സുനന്ദ പുഷ്കറുടെ മരണത്തിനു പിന്നിലെ ദുരൂഹതകൾ തിരഞ്ഞ് ഡൽഹി പോലീസ്. കേസുമായി ബന്ധപ്പെട്ട് ശശി തരൂർ MPയെ അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്തു. അമിത അളവിൽ മരുന്ന് കഴിച്ചതാണ് മരണകാരണമെന്നും മരണത്തിൽ യാതൊരു ദുരൂഹതയും ഇല്ലെന്നും തരൂർ. ശശി തരൂരിനെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്തത് സുനന്ദയുടെ ആന്തരാവയവ പരിശോധനയുടെ അന്തിമ റിപ്പോർട്ട് ലഭിച്ച സാഹചര്യത്തിൽ. വിഷാംശം ഉള്ളിൽ ചെന്നതാണ് മരണകാരണമെന്ന FBI പരിശോധനാ ഫലം ശരിവെച്ച് ഡൽഹി എയിംസ് മെഡിക്കൽ സംഘവും. തരൂരിനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നും റിപ്പോർട്ട്. സഖ്യത്തിന്റെ സങ്കടപർവം. CPM ബംഗാൾ ഘടകത്തിന്റെ കോൺഗ്രസ് സഖ്യ നീക്കം പൊളിറ്റ് ബ്യൂറോ അംഗീകരിക്കില്ലെന്ന് സൂചന. സഖ്യം സംബന്ധിച്ച് പാർട്ടി കേരള ഘടകം കടുത്ത എതിർപ്പുയർത്തുന്ന സാഹചര്യത്തിൽ കേന്ദ്ര കമ്മിറ്റി നിലപാട് നിർണായകം. കോൺഗ്രസുമായുള്ള സഖ്യ സാധ്യത വേണ്ടെന്ന് വെക്കുന്നത് ആത്മഹത്യാപരമെന്ന നിലപാടിൽ പാർട്ടി ബംഗാൾ സംസ്ഥാന സമിതി. കഴിഞ്ഞ ദിവസം സമാപിച്ച സമിതി യോഗത്തിൽ ഭൂരിപക്ഷാഭിപ്രായം സഖ്യത്തിന് അനുകൂലം. ദേശീയ സെക്രട്ടറി യെച്ചൂരിയും ബംഗാൾ ലൈനിൽ. സഖ്യകാര്യം നിലവിൽ പാർട്ടി അജണ്ടയിൽ ഇല്ലെന്ന നിലപാടുമായി കോടിയേരിയും പിണറായിയും. ബംഗാൾ ഘടകത്തിന്റെ നിലപാട് അവിടുത്തെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലെന്ന് പരോക്ഷ പിന്തുണയുമായി VSന്റെ കമന്റ്. പിളർപ്പിലെ പരീക്ഷണം. പുതിയ രാഷ്ട്രീയ പാർട്ടി പരീക്ഷണവുമായി PC ജോർജ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സ്വന്തം പാർട്ടി ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപനം. കേരള സെക്കുലർ പാർട്ടി രൂപീകരിച്ച് പൂഞ്ഞാറിൽ തന്നെ മത്സരിക്കും. ഇടതുമുന്നണിയുമായി സഹകരിക്കാനാണ് താൽപര്യമെന്നും ജോർജ്. കേരള കോൺഗ്രസ് സെക്കുലർ നേതാവായിരുന്ന ജോർജിനെ പുറത്താക്കിയതായി പാർട്ടി പ്രസിഡന്റ് TS ജോൺ പ്രഖ്യാപിച്ചത് 10 ദിവസം മുമ്പ്. LDFുമായി സഹകരിക്കാനുള്ള തീരുമാനം പാർട്ടി വിരുദ്ധ ലൈനെന്നും ജോണിന്റെ ആരോപണം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.